ഹലോ, ഇന്നുണ്ടല്ലോ ചെങ്ങമ്മനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ അടുത്ത് തന്നെയാണ് തോന്നണത്. എനിക്ക് വലിയ പിടിപാടില്ല, ലൊക്കേഷനൊക്കെ കയ്യിലുണ്ട്. അപ്പൊ ഞാനും കണ്ണനും പൊന്നും കൂടെ ഒന്ന് ചെങ്ങമ്മനാട് വരെ ഒന്ന് പോവാട്ടോ നമ്മുടെ കാറില്. പോണേന്റെ പുറകില് കാര്യമായ ഉദ്ദേശം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടാ. എന്റെ ചെറുക്കനുണ്ടല്ലോ, ഒരു പൊതി ആ ചേച്ചി ഒരു ചേച്ചിയുടെ കൊടുത്തയച്ചിട്ടുണ്ട്. ആ ചേച്ചി ലീവിന് നാട്ടിൽ വന്നേക്കാണ്. അപ്പൊ ആ ചേച്ചിയുടെ കയ്യിൽ നമ്മൾ ആ സാധനം പോയി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് അമ്മേനെ എടുക്കാനാണ് കേട്ടാ. അമ്മ ജോലി കഴിഞ്ഞ് വരണ സമയമാണ്. പിന്നെ പെട്രോൾ അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കസിനാണ് കേട്ടോ, കണ്ണൻ എന്നാണ് പേര്. ഞാനും പൊന്നും പുറകിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പൊന്നും എന്റെ കസിനാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കണ്ട +2 പഠിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ പറയാനായിട്ട് കുറെ വിശേഷങ്ങളും ഓർമ്മകളും കഥകളൊക്കെ ഉണ്ട്. പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു വൈകുന്നേരം ആയതുകൊണ്ടും നല്ല സുഖമൊക്കെ ആയിരുന്നു കേട്ടാ. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാ. ചേച്ചി മുന്നിൽ തന്നെ കാത്ത് നമ്മളെ നോക്കി നിൽക്കായിരുന്നു. ചെന്നിട്ട് അകത്ത് കയറിയില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അധിക സമയം പിന്നെ വൈകിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം സാധനം വാങ്ങി ടാറ്റയെ പറഞ്ഞ് പോന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാര രീതിയായിരുന്നു കേട്ടാ ചേച്ചിക്ക്. വീട്ടിലെത്തിയപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മാമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കണ്ടായിരുന്നു. അമ്മനെ അന്വേഷിച്ച് നടക്കലായിരുന്നു കേട്ടാ പണി. അമ്മ ഒരു ഇരുട്ടിന്റെ മറവിലിരുന്നിട്ട് യൂട്യൂബ് തോണ്ടാണ് കേട്ടാ. കണ്ടപാടെ സാധനം കൈമാറി. യാത്രകൾ ഇഷ്ടമാണെങ്കിലും ഇന്ന് വല്ലാത്തൊരു ക്ഷീണം. ഓക്കെ, ബൈ.